മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹവര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ജുമുഅയിൽ വർത്തമാനകാല സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക ഇടപെടലിൻ്റെ വിമുഖതകൾ, അതുവഴി അനുഭവിക്കേണ്ടി വരുന്ന തിക്തതകളെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. ഒപ്പം മുസ്ലിം ലോകത്തിൻ്റെ പാരസ്പര്യ അംഗീകാരം അത് വളർത്തിയെടുക്കൽ അനിവാര്യമാണ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ജുമുഅയിൽ പ്രതിപാദിച്ച വിഷയം. സൂറത്തു തൗബയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അവലാ യറൗ അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈൻ സുമ്മ ലാ യതൂബൂന വലാഹും യദ്ദക്കറൂൻ. അപ്പം അതിൽ നമ്മെ ഉണർത്തുന്ന ഒരു വലിയ ആശയം, എന്താണ് അവർ കണ്ട് മനസ്സിലാക്കാത്തത്? അവലാ യറൗ, എന്താണ് അവർ കാണാത്തത്? കണ്ടിട്ട് എന്തിയെ അവർ ഉൾക്കൊള്ളാത്തതും മനസ്സിലാക്കാത്തതും? അന്നഹും യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട് നിശ്ചയം. ഫീ കുല്ലി ആമിൻ, എല്ലാ വർഷവും. മർറത്തൻ ഔ മർറത്തൈൻ, ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ വീതം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത്, കണ്ടിട്ട് പാഠം ഉൾക്കൊള്ളാത്തത്? ഓരോ വർഷവും ഒരിക്കൽ അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും വമ്പിച്ച പരീക്ഷണങ്ങൾ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുമ്മ ലാ യതൂബൂൻ, എന്നിട്ടും എന്തേ അവർ മടങ്ങാത്തത്? വലാഹും യദ്ദക്കറൂൻ, അതിൽ നിന്ന് ഒരു പാഠവും വീണ്ടും വിചാരവും അവർ സ്വീകരിക്കാത്തത് എന്ത് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹുവിൻ്റെ ചോദ്യം. ഇത് സൂറത്തു തൗബയുടെ 126-ാമത്തെ ആയത്താണ്. അതിനോട് ചേർത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് അഅറാഫിൽ നമ്മൾ കേട്ട ആയത്തിൽ വളരെ മഹത്തായ 2 സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. സൂറത്ത് അഅറാഫിൽ സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ അർഹമല്ലാത്ത വിധം അഹങ്കാരം വച്ചു പുലർത്തുന്ന ജനസമൂഹത്തിൽ നിന്ന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം മാറ്റിക്കളയും. അവർക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധമാണ് തിരിച്ചു കളയുന്നത്. വഇൻ യറൗ കുല്ല ആയത്തിൻ,
അവർ മുഴുവൻ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും പിൻബലങ്ങളും അടയാളങ്ങളും കണ്ടാലും ലാ യുഅ്മിനൂ ബിഹാ, അതിൽ അവർ വിശ്വസിക്കുകയില്ല. ആയത്തുകൾ കാണാനിട്ടല്ല, മുഴുവൻ ആയത്തുകൾ കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. വഇൻ യറൗ സബീല റുശ്ദി ലാ യത്തഖിദൂഹു സബീല, സൗഭാഗ്യത്തിൻ്റെ മാർഗങ്ങളും വഴികളും അവർ കണ്ടാൽ ആ വഴി അവർ സ്വീകരിക്കുകയില്ല. വഇൻ യറൗ സബീലൽ ഗയ്യി യത്തഖിദൂഹു സബീല, ദൗർഭാഗ്യത്തിൻ്റെ പരാജയത്തിൻ്റെ വഴികൾ അവർ കണ്ടാൽ ആ വഴിയാണ് അവർ തുടരുക. അത് സ്വീകരിക്കുന്നത് അവരുടെ തന്നെ ആപത്തിൻ്റെ വഴികളാണ്. പക്ഷെ ആ വഴികളിലാണ് അവർ സഞ്ചരിച്ച് മുന്നോട്ട് പോവുക. ദാലിക ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ, എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയിരുന്നു. അതാണ് അതിൻ്റെ മുഖ്യമായ കാരണം. വകാനൂ അൻഹാ ഗാഫിലീൻ, രണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവരെ അശ്രദ്ധമായിട്ടാണ് സമീപിച്ചത്. യാതൊരുവിധ ഉണർവും ചിന്തയിലും മനസ്സിലും ഉണ്ടായില്ല. അവഗണനാ രൂപത്തിലാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറ അഅ്റാഫിൽ 146-ാമത്തെ ആയത്തിൻ്റെ ഒരു ആശയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി ഇതേ സൂറയിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ വഴികൾ തിരഞ്ഞെടുക്കുക? ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് മഹത്തായ സൂചിപ്പിച്ചത്. ഒന്ന്, സൂറത്തു തൗബയുടെ അവസാനം എല്ലാ വർഷവും ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ചുരുങ്ങിയത് വമ്പിച്ച പരീക്ഷണങ്ങൾ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ മഹാവിപത്തുകൾ ഉണ്ടാകുന്നു. എന്നിട്ട് അവരതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും പാഠം ഉൾക്കൊള്ളാതെ, അള്ളാഹുവിൻ്റെ ആയത്തുകളെല്ലാം കണ്ടാലും അതൊന്നും വിശ്വാസമായി സ്വീകരിക്കാതെ അവഗണന മനസ്സോടെ കഴിയുന്നു എന്ന് അള്ളാഹു നമ്മെ കുറ്റപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ ചെയ്തത്. സൂറത്ത് അൻഫാൽ തൗബയുടെ തൊട്ട് മുൻപുള്ള ഒരു സൂറയാണ്. സൂറത്ത് അൻഫാലിൽ അള്ളാഹു അതിൻ്റെ ഒരു പരിഹാര വഴി പറയുന്നു. അത് മനുഷ്യ വംശത്തിൻ്റെ ഭൂതലത്തിൽ നിലനിൽപ്പിന് ആ വഴിയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് നിങ്ങൾ എത്രത്തോളം ഭിന്നമാണ് എന്നത് ഈ മാർഗം അവലംബിക്കുന്നതിന് തടസ്സമില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിരിക്കെ തന്നെ ഒരു ഉമ്മത്ത് എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് സൂറത്ത് അൻഫാലിൽ അറിയിക്കുന്ന വചനം. അത് ഒരു ഉദാഹരണം സൂചിപ്പിച്ചാൽ, ഇപ്പോൾ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമാകാം, വംശീയമാകാം, മതപരമാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ സാംസ്കാരികമാകാം. അങ്ങനെയാണല്ലോ പ്രതികൂലത രൂപപ്പെടുന്നത്. ഒരു നിലവിലുള്ള ഒരു സംസ്കാരത്തെ ഇല്ലാതെയാക്കി മറ്റൊരു സംസ്കാരത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി സാംസ്കാരിക അധിനിവേശമായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്ന പ്രതികൂലതയിലൊന്ന്. അല്ലെങ്കിൽ സമ്പത്തായിരിക്കും. ഇപ്പൊ 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയൊരു പ്രതികൂലത സംഭവിക്കുന്നത് മുസ്ലിം നാടുകളോ ഇസ്ലാമിക രാജ്യങ്ങളോ മുസ്ലിം ഉമ്മത്തുകളുടെ നേരെയോ വരുന്നത് സാമ്പത്തികമാണ്. അതിൻ്റെ ക്രയവിക്രയവും അതിൻ്റെ അവകാശവും അധികാരവും അധീശത്വം തങ്ങളുടെ കീഴിലാക്കി മാറ്റുന്നതിന് എന്തെല്ലാം അജണ്ടകളുണ്ടോ അതെല്ലാം ചെയ്യും. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാകാം, എന്തോ ആകട്ടെ. അങ്ങനെ സാമ്പത്തികമായ അധിനിവേശമാകാം,
അല്ലെങ്കിലോ രാഷ്ട്രീയമായ അധിനിവേശമാകാം. ഓരോ നാട്ടിലും വ്യത്യസ്തമാണ് ഭരണകൂടങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ വിശിഷ്യ. അപ്പൊ ആ രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു സ്വതന്ത്ര സ്ഥലത്ത് ഒരു ഇലക്ഷൻ വന്നാൽ അതിൻ്റെ മിക്ക ഒരു 80% നിയന്ത്രണവും ബ്രിട്ടനിൽ തന്നെയാണ്. അത് ഒരുവിധം രാഷ്ട്രീയ ബോധമുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളിവിടെ തൊണ്ട കീറി മുദ്രാവാക്യം പിടിച്ച് പരസ്പരം തല്ലി പിടിച്ച് ചാകുക. കാരണം അവർക്ക് ഇതിനകത്ത് വലിയ താല്പര്യമുണ്ട്. വിദേശത്തുള്ള ഓരോ രാജ്യ തലസ്ഥാനത്തിരിക്കുന്നവർക്കും ഭരണകർത്താക്കൾക്കും ഇന്ത്യ എങ്ങനെയാകണമെന്നത് അവർ തീരുമാനിക്കും. അതാണ് അതിൻ്റെ പിന്നിൽ. ഞാനത് ഇവിടെ വിവരിക്കുകയല്ല, അതൊക്കെ നിങ്ങൾ വേറെ വായിച്ച് പഠിക്കണം. അങ്ങനെ രാഷ്ട്രീയ ആധിപത്യമാകാം. അപ്പൊ അങ്ങനെയെല്ലാമാണ് പ്രതികൂലതകൾ ഉണ്ടാവുക. അപ്പോൾ ഓരോ വ്യക്തിക്കും ആകാം, കുടുംബത്തിനാകാം, സമൂഹത്തിനാകാം. അങ്ങനെ പ്രതികൂലതകൾ ഉണ്ടായാൽ എന്താ ചെയ്യുക? ഇപ്പൊ ഫലസ്തീൻ എന്നത് എണ്ണമറ്റ അംബിയ മുർസലുകൾ ജീവിച്ച പ്രദേശമാണ്. അത്രയും മനോഹരമാണ്, ഫലഭൂയിഷ്ടമാണ്, സമ്പൽ സമൃദ്ധമാണ്. അപ്പൊ ആ നാട് എങ്ങനെ തങ്ങളുടേതാക്കി മാറ്റാം, അതാണ് ഒരു പ്രതികൂലതയ്ക്ക് ഒരു ഉദാഹരണം സൂചിപ്പിക്കലാണിത്. ഇതുപോലെ ഒരുപാട് നാടുകളുണ്ട്. ചില നാടുകൾ തന്നെ ഇന്നില്ല, ആ പേര് തന്നെ മായ്ഞ്ഞു പോയി. അപ്പൊ അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇവർ ചിതറിക്കിടക്കുന്നവരാണ്. അപ്പോൾ ഒരാളുടെ വീട്ടിലേക്കോ 10 ആളുടെ വീട്ടിലേക്കോ ഒരു പകൽ തന്നെ കുറേ ആളുകൾ വന്നിട്ട് കയറി താമസം തുടങ്ങും. അവിടെയുള്ളവരോട് ഇറങ്ങിപ്പോകാൻ പറയും. ഇതിന്റെ പേര് സെറ്റിൽമെന്റ് എന്നാണ്. ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ട് തന്നെ 10-20 വർഷമായി. ഒരു വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, മാൽക്കം എക്സ് എഴുതിയതാണ് ആ പുസ്തകം. ജൂത യുക്തി എന്നാണ് അതിൻ്റെ പേര്. അന്വേഷിച്ച് കണ്ടെത്തി വായിക്കാം. അന്ന് എഴുതിയ വാക്കുകളാണ് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആ പുസ്തകം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അവര് കയറിയിട്ട് ഇവരെല്ലാം ഇറക്കി വിടും. ഇതിന് സെറ്റിൽമെന്റ് എന്നാണ് പറയുക. അങ്ങനെ ഇറക്കി വിട്ടിട്ട് 2% ഭൂപ്രദേശം പോലും ഫലസ്തീൻ എന്ന ഒരു ജനതയ്ക്ക് ഇല്ലാണ്ടായി. ആ ജനതയ്ക്ക് ഇല്ലാണ്ടായി. ഗസയല്ല പേനീ പറഞ്ഞത്. അപ്പൊ ആ നിലയിലൊക്കെയുള്ള പ്രതികൂലത വരും. ഇനി അതിനെന്താ ഒരു പരിഹാരം? നിങ്ങൾ നോക്കിക്കോ, സൂറത്ത് അൻഫാൽ, ഈ 4 ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഈ വിഷയം തീരുകയാണ്. സൂറത്ത് അൻഫാൽ അത് അള്ളാഹു അറിയിച്ചു, വല്ലദീന കഫറു ഔലിയാഉ ബഅ്ലുഹും ഇലാ ബഅ്ലിൻ. ആകെ 4 വാക്കുകളേ ഉള്ളൂ അതിനകത്ത്. ചെറിയ ഒരു ആയത്താണ്, പക്ഷെ മനുഷ്യവംശത്തെ ഒന്നടങ്കം ആ വാക്ക് ഉൾക്കൊള്ളുന്നു. എക്കാലത്തെയും അതിജയിക്കാനുള്ള ഒരു മാർഗം പഠിപ്പിക്കുകയും ചെയ്യും. അത് ഖിയാമത്ത് വരെയും അതിനുള്ള വഴി അതേ ഉള്ളൂ. വല്ലദീന കഫറു ഔലിയാഉ ബഅ്ലുഹും ഇലാ ബഅ്ദ്. കാഫിറുകൾ, അതിനർത്ഥം എന്തും നമുക്ക് പറയാം, ആശയപരമായിട്ടോ പദാർത്ഥത്തിന്റെ രൂപത്തിലോ ഒക്കെ പറയാം. ഇസ്ലാമിന് നേരെ എതിരിലുള്ള വിഭാഗമാണ് ഇവിടെ അർത്ഥവത്താക്കുന്നത്. അവർ പരസ്പരം മിത്രങ്ങളാണ്. സംരക്ഷകർ, ശ്രദ്ധിക്കുന്നവർ, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നവർ. ഔലിയാവിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ വെറുതെ കുളിക്കാൻ നടക്കുന്ന ആൾക്കാരെ ഔലിയാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒക്കെ പഠിക്കണം. താടി നീട്ടി കുളിക്കോ ഇല്ല, നനയ്ക്കോ ഇല്ല, തുപ്പി വെറുതെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് വലിയ ഔലിയാവും. ഖുർആൻ അതൊന്നും അല്ല പറയുന്നത്. ഖുർആൻ പറയുന്നത് വല്ലദീന കഫറു ഔലിയാഉ ബഅ്ദുഹും ഇലാ ബഅ്ദ്. അവര് പരസ്പരമാണ്. ഒരാൾക്ക് എന്തുണ്ടായാലും ആ നാടിനോടൊപ്പം അവർ നിൽക്കും. നാടൊരു പ്രശ്നം, സങ്കീർണ പ്രശ്നം കൈയാളേണ്ടി വന്നാൽ അതിൻ്റെ പിൻബലമായിട്ട് അവർ നിൽക്കും.
ആ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യണമോ അതല്ല അവർ ചെയ്യും. തിരിച്ചും ഈ രാജ്യങ്ങൾ ചെയ്യും. അവരങ്ങനെ ഒരു ബെൽറ്റാണ്. അതൊരു വല്ലാത്ത വിഷയമാണ്. നമ്മൾ 948 മുതലാണ് ഫലസ്തീൻ പഠിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ പഠിക്കണം, മുസ്ലിമീങ്ങൾ പഠിക്കുകയാണെങ്കിൽ. അപ്പൊ അന്ന് മുതൽ പഠിക്കുമ്പോഴാണ് ആ രാജ്യവും ചരിത്രവും ഭരണകൂടങ്ങളും മനസ്സിലാവുക. ദാവൂദ് നബി അലൈഹിസ്സലാം, ശേഷം സുലൈമാൻ നബി, അവസാന ഘട്ടം സലാഹുദ്ദീൻ അയ്യൂബി വരെ. ഇത്രയും നമ്മൾ പഠിക്കാണ്ട് ഒരു നാട്. ആ നാടിൻ്റെ ശൈഥല്യം എങ്ങനെ സംഭവിച്ചു എന്നും ഈ ആയത്തിന്റെ പ്രതിവിധിയിൽ നിന്ന് മനസ്സിലാവും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അത്ര ലളിതമാണ്, ആശയസമ്പുഷ്ടമാണ്, ആഴമേറിയ അർത്ഥതലങ്ങൾ ഈ പദം ഉൾക്കൊള്ളുന്നു. അവർ പരസ്പരം അങ്ങനെ വലിയ സംരക്ഷകരാണ്. അവരൊറ്റക്കെട്ടായി. ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അവർ പരസ്പരം തല്ലുപിടിക്കുകയോ ചെയ്യും, പക്ഷെ അവരൊന്നാവും. പല നിലയിലും തീരുവ കൂട്ടും കുറയ്ക്കും. കയറ്റുമതി ഇറക്കുമതിയിൽ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. രാജ്യാന്തര മേഖലയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അതൊക്കെ ഉണ്ടാവും. ആയുധങ്ങൾ ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നത് അവർ തീരുമാനിക്കും. ആരൊക്കെ എവിടെയൊക്കെ കൊല്ലൻ്റെ ആല ഉണ്ടാക്കുക എന്നത് ഞങ്ങളുടെ അറിവും സമ്മതവും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലേ ചെയ്യാവൂ. അതുകൊണ്ടാണ് ഇവരെല്ലാവരോടും കൂടിയിട്ട് ഇറാനോട് പറഞ്ഞ് നിങ്ങൾക്ക് മാത്രം അതിന് അവകാശമില്ല, ഞങ്ങൾക്ക് അവകാശം. ഇതൊക്കെ നിങ്ങൾ പത്രം വായിക്കുന്നവരാണല്ലോ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരല്ലേ, പെട്ടെന്ന് മനസ്സിലാവുക. അവര് അങ്ങനെയാണ് ഉള്ളത്. ഇനി ഖുർആൻ നമ്മളോട് പറയും, ഇല്ലാത്ത നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം, നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം, അതാണല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കത് കഴിയില്ലേ? എങ്ങനെ കഴിയില്ലേ എന്ന് പരസ്പരം സംരക്ഷണവും ശ്രദ്ധയും അംഗീകാരവും അന്വേഷണവും ഒരൊറ്റ ബെൽറ്റായി വരണമല്ലോ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു പ്രത്യേകതരം വലിയ വടവൃക്ഷങ്ങളുണ്ട്, ഒരു പ്രത്യേകതരം മരമാണ് ഈ പറയുന്നത്. അതിന് തായ്വേരില്ല. ഒന്നിനും തായ്വേരില്ലാതെ വന്നാൽ എന്തുണ്ടാവും? ഭൂമിയുടെ ഉപരിതലത്തെ നിലനിൽക്കുള്ളൂ, കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴില്ലേ. പക്ഷേ ഈ വൃക്ഷ സമൂഹം കൊടുങ്കാറ്റടിച്ചാലും അറിയൂല. കാരണം അതിൻ്റെ വേരുകൾ, റൂട്ട് സിസ്റ്റമാണ് ഈ പറയണത്, അതിൻ്റെ വേരുകൾ 4 ഭാഗത്തേക്കും കയറ് പാകുന്നത് പോലെ പാകിയേക്കാണ്. ഒന്ന് മറ്റൊന്നിനോട് പിണഞ്ഞ്, അത് വേറൊന്നിനോട് പിണഞ്ഞ്, അങ്ങനെ 100 കണക്കിന് കിലോമീറ്ററുകളിൽ ഒരുമിച്ച് വളരുന്ന ഈ വലിയ വൻ വൃക്ഷങ്ങളുടെ സമൂഹത്തെ കൊടുങ്കാറ്റിന് പോലും അനക്കാൻ കഴിയില്ല. അത്ര കൂട്ടിപ്പിരിച്ച് നിൽക്കുകയാണ്. നമ്മളിത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നമുക്കിത് മനസ്സിലാവില്ല ഇനിയും. എന്നാലും ഞാൻ ആ ചെറിയ കുട്ടികൾക്കെങ്കിലും തിരിയാൻ വേണ്ടി പറയണമായിരുന്നു. അപ്പൊ അവിടെ തായ്വേരിൽ എത്ര താഴോട്ട് ആഴ്ന്നിറങ്ങുന്നു എന്നതല്ല വിഷയം. ഒരു വൃക്ഷം മറ്റൊരാളെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ പ്രദേശത്തുള്ള ഒന്നടങ്കം വൃക്ഷങ്ങൾ ഇനി എല്ലാവരും നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന ഇമാം നസായി, ഇബ്നു മാജ, തുർമുദിയൊക്കെ ഉദ്ധരിച്ച ഹദീസ് അല്ല, സഹീഹിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ മുസ്ലിംകൾ നിങ്ങളെ കൽ മുഷ്ത്, ചീപ്പ് പോലെയാണ്. ഇതെല്ലാവർക്കും തിരിയുമല്ലോ ചീപ്പാവുമ്പോൾ. അതിന് നീളത്തിലുള്ളൊരു ഇതേലാണ്, അതിന് കുറേ പല്ലുകളുണ്ട്. അത് ഒന്നൊന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒഴിഞ്ഞു പോയാൽ ബാക്കിയെല്ലാം പൊഴിയും. അതാണ് ഈ ചീപ്പ് നമ്മൾ മേടിച്ചാലും മാറ്റി മേടിക്കുന്നത് അതുകൊണ്ടാണ്. അതിനിടയിൽ 1 2 പല്ല് അടർന്നു പോയാൽ പിന്നെ എല്ലാം പടപടാൻ പടർന്നു പോകും. പക്ഷെ നിങ്ങൾ പരസ്പരം ഒരു ശരീരം പോലെ ആയിത്തീരും. ഒരു ഉദാഹരണം ചീപ്പ് പറഞ്ഞത്, അപ്പൊ അതിൽ ഏത് ഭാഗത്ത് കാലിന്റെ ഒരു വിരലിന് വേദന എടുക്കുമ്പോൾ ശരീരം മുഴുവൻ വേദന എടുക്കും.
ഏറ്റവും അസഹ്യമാണ് പല്ലുവേദന എന്നാണ്. കാരണം ഒരു പല്ലിൻ്റെ സൈഡിലെ വേദനയുള്ളൂ. അത് ആപാത ചൂടം വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വേദനയില്ല. ഒരു പല്ലല്ല, 15 പല്ല് പോയാലും നമ്മളിൽ ആർക്കും വേദനയില്ല. അതാണ് നമുക്കുള്ളൊരു തകരാറ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഇല്ലാത്ത ഫഅലു, നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ലേ? അങ്ങനെ കഴിയാതിരുന്നാൽ ഇനി എന്താ അടുത്ത അനന്തര നടപടി? തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർള്, ഭൂമിയിൽ അത് വൻ നാശം. തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർള്, അത് ഭൂമിയിൽ ഇത്രയും വലിയ പ്രശ്നം വേറൊന്നും സംഭവിക്കാനില്ല ഭൂതലത്തിൽ. വഫസാദുൻ കബീർ, ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ വാക്കാണ്. ഏറ്റവും വലിയ കുഴപ്പവും അതുവഴി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു 21-ാം നൂറ്റാണ്ടിലെ കാലിക പ്രശ്നങ്ങളെ വളരെ കാലയെ കൂട്ടി കണ്ട് സംസാരിക്കുന്നത് പോലെ ഈ ആയത്തിന്റെ അർത്ഥം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്. തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, വമ്പിച്ച കുഴപ്പമാണ് അതുകൊണ്ടുണ്ടാവുക. അതുകൊണ്ട് ഒരു നബി എന്ന് പറയുന്നത് കേവലം ആചാരങ്ങൾക്ക് രൂപം നൽകി അവരുടെ മുൻപിൽ ഒരു വരേണ്യനായ ഭാവത്തിൽ ജീവിക്കുന്ന ആളല്ല നബി. നമ്മുടെ മിക്ക മതങ്ങളുടെയും പൗരോഹിത്യമോ അല്ലെങ്കിൽ ആശയപരമായി അവർ പിന്തുടരുന്ന കേന്ദ്രങ്ങളെയോ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുക. അല്ലാതെ ജീവിത, ലോക, സാംസ്കാരിക, സാമ്പത്തിക മേഖലയിലൊന്നും വലിയ മാതൃകയൊന്നും നബിമാരിൽ നിന്ന് കാണുന്നില്ല മറ്റ് മതങ്ങളുടെ. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലദീന യത്തബിഊന റസൂല, ഒരു വിഭാഗം അവർ പിന്തുടരുകയാണ്, റസൂലിനെയാണ് അവർ പിന്തുടരുന്നത്. അൻ-നബിയ്യ, ആ റസൂല് നബിയുമാണ്. അൽ ഉമ്മിയ്യ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഓരോ വിഷയത്തിലും ഐച്ഛിക PhD ഒന്നും എടുത്ത ആളല്ല, സ്കൂളിലും ചേർന്നിട്ടില്ല. ഇത്രയും കൂടുതൽ പറയേണ്ടതില്ല. പക്ഷെ അവർ പിന്തുടരുന്നത് ആ നബിയെയാണ്. യാതൊരുവിധ എന്താ അതിന് പറയുക, ഒരു മേഖലയിലും അദ്ദേഹം നിപുണത ആർജിച്ച ആളല്ല. അള്ളാഹുവാണ് ആ നബിയിലൂടെ ലോകത്തിന് മുഴുവൻ വിഷയങ്ങളെയും പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണെന്ന് തൊട്ട് താഴെ പറയുന്നത്, അത് കേൾക്കുമ്പോൾ മനസ്സിലാവുക. അൽ നബിയൽ ഉമ്മിയ്യ, നിരക്ഷരനായ ഒരു നബിയെയും റസൂലിനെയും അവർ പിന്തുടരുന്നു. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹു, അദ്ദേഹത്തെ അവർ കണ്ടെത്തിയത് അവരുടെ അടുക്കൽ എഴുതപ്പെട്ട തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഫി തൗറാത്തി വൽ ഇൻജീൽ, അത് തൗറാത്തിലും അദ്ദേഹത്തെ പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ ആഗമനം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞു, സ്വഭാവം പറഞ്ഞു, അദ്ദേഹം എന്തിനാ വരുന്നതെന്ന് പറഞ്ഞു, നിങ്ങളിൽ എന്ത് മാറ്റം അദ്ദേഹം ഉണ്ടാക്കും എന്നൊക്കെ തൗറാത്തിൽ എഴുതി. അതൊക്കെ നമ്മൾ വേറെ വായിക്കുക, തോറയുടെ നിയമങ്ങളൊക്കെ വായിച്ചു നോക്കുക. വൽ ഇൻജീൽ, ഇൻജീലിലും അങ്ങനെയാണ്. ക്രിസ്തു വന്നപ്പോഴും പറഞ്ഞു ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് ശേഷം വരുന്ന ആളുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല എന്ന് അത്രത്തോളം കൃത്യതയിൽ പ്രവചിച്ച ആളാണ് ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. നമ്മുടെ വിഷയം അദ്ദേഹത്തെ ഇനി പ്രതിപാദിക്കലല്ല. യഅ്മുറുഹും ബിൽ മഅറൂഫ്, ധർമ്മമാണ് അദ്ദേഹം കൽപ്പിക്കുക. ആര്? നബിയും റസൂലും ഉമ്മിയുമായ ഈ മഹാമനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമർപ്പണം ധർമ്മമാണ്, ജനങ്ങളെ പഠിപ്പിക്കുക. വയൻഹാഹും അനിൽ മുൻകർ, അധർമ്മം അദ്ദേഹം തടയും. അങ്ങനെ ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഒരു പക്ഷപാതിത്വവും അദ്ദേഹത്തിനില്ല. നല്ലതെല്ലാം ജീവിതത്തിൽ അനുവാദം നൽകുന്നു. മതം കൊണ്ട് നടക്കുന്നവർ ഓരോ കൊല്ലം കഴിയുന്നതോറും ഓരോ
കാര്യങ്ങൾ ഹറാമാണെന്ന് പറയലാണ്. ഇപ്പം എല്ലാ സംഘടനയുടെയും പ്രധാനപ്പെട്ട ജോലി അതാണ്. 10 കൊല്ലമൊന്നുമില്ല ഒന്നിനും ആയുസ്, അത് കഴിയുമ്പോഴേക്കും അത് ഹറാമാവും. പിന്നെ അടുത്ത 5 കൊല്ലം വേറെ ഹലാലാവും. നിങ്ങൾ വായിച്ച് പഠിക്കുക. ഇതൊക്കെ നിലവിലുള്ള മതസംഘടനകളുടെ ആകത്തുക പണി അതാണ്. പക്ഷെ നബി എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, ലോകത്ത് മനുഷ്യ സഞ്ചയം, ഈ മനുഷ്യ വംശം ഉണ്ടല്ലോ, ആ വംശത്തിന് എല്ലാ നല്ല കാര്യങ്ങളും അനുവദിച്ചിരിക്കുന്നു. അതിന് ഇന്നത് ഇന്നത് ഇന്നതെന്നൊന്നും പഠിപ്പിക്കണ്ട. നല്ലത് എന്ത് എന്നത് പിന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ചീത്തയായതെല്ലാം അവിടെ നിന്ന് നിരോധിക്കുകയും ചെയ്യും. ചീത്തയായ, മോശമായത്, ഉപദ്രവകരമായത്, ആക്ഷേപാർഹമായത്, മനുഷ്യര് പറ്റാത്തത് എന്നൊക്കെ അർത്ഥം ഖബായിസുകളാണ്. ഈ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്നാ പറയണത്. ഈ ഖബായിസിന്റെ അർത്ഥം പറയണ്ടത് എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. വയദഉ അൻഹും മിസ്റഹു, മനുഷ്യരുടെ ജീവിതത്തിലെ ഭാരങ്ങൾ അദ്ദേഹം മാറ്റിക്കളയുക, എടുത്തു കളയുക. ഒരു ഭാരവും ആർക്കും വരാൻ പാടില്ല. എല്ലാവരും ഇവിടെ ജീവിക്കണം. ജീവിക്കുന്ന ഒരാളും ഭാരം അനുഭവിക്കേണ്ടതില്ല. ഇത് വിവരിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-30 മണിക്കൂർ വേണം. നിങ്ങളതിന് ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണമായിരുന്നു. 30 മണിക്കൂറും പോരാ. എന്താ മനുഷ്യ ജീവിതത്തിന്റെ ഭാരം അദ്ദേഹം ഈ 10 കൊല്ലം കൊണ്ട് ഇറക്കി വെച്ചതെന്ന് ലോകം വിസ്മയിച്ചു പോയതാണ്, അത്ഭുതപ്പെട്ടു പോയതാണ്. എങ്ങനെ കഴിഞ്ഞു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൽ അവലാലത്തി കാനത്ത് അലൈഹി, അവരെ കൂച്ചുവിലങ്ങിട്ട കുറെ ചങ്ങലകൾ, അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് എല്ലാവരെയും സ്വതന്ത്രരാക്കുക. എല്ലാവരെയും സ്വതന്ത്രം. എന്തെല്ലാം കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും സ്വതന്ത്രം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ബാക്കി 3 തരം സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ഈ കഴിഞ്ഞ 75 കൊല്ലത്തിന്റെ ഇടയ്ക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്ത്യ പഠിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതാണ് വിഷയം. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇതാ സ്വാതന്ത്ര്യം നൽകുകയാണ്. വല്ല അവലാലല്ലത്തി കാനത്ത് അലൈഹി. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫല്ലദീന ആമനൂ ബിഹി, ഇങ്ങനെ ഒരു നബിയിൽ അവർ വിശ്വസിക്കുന്നു. വഅസ്സറുഹു, അദ്ദേഹത്തെ അവർ ശക്തിപ്പെടുത്തുന്നു. വനസറുഹു, അദ്ദേഹത്തെ അവർ സഹായിക്കുന്നു. വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തോടൊപ്പം അവതരിച്ച ഒരു കിതാബുണ്ട്, അത് വെളിച്ചമാണ്. നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഖുർആനെ കുറിച്ചായി പറഞ്ഞു. അതവർ പിന്തുടരും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. 4 ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സൂറത്ത് അഅറാഫുണ്ട്, സൂറത്ത് അൻഫാലുണ്ട്, സൂറത്ത് തൗബയുണ്ട്. അങ്ങനെ 3 സൂറകളിൽ ഒന്നൊന്നിനോട് ബന്ധിതമായി അള്ളാഹു വിവരിച്ച 4 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിൻ്റെ ഒരു പരിഹാര വഴി ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്കതിനെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മനുഷ്യവംശത്തിന് ഭൂതലത്തിൽ നാശമാണ്. ഈ ലോകത്തെയും ജനങ്ങളെയും അവരുടെ ജീവിതത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതിയോ? അതല്ല, അവരെ കൂടി സംരക്ഷിക്കാൻ പറ്റുന്ന മാർഗം ഈ പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്കത് ചെയ്തുകൂടെ? ഇതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്. നമ്മൾ കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് ആശയങ്ങൾ സ്വീകരിച്ച് നന്നായി തീരാൻ ശ്രമിക്കുക. അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.